മിലാനിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? രാവിലെ എണീറ്റ പാടെ എനിക്ക് എന്തെങ്കിലും ആൻറ്റി ഓക്സിഡൻറ്റ് ഡ്രിങ്ക് കുടിക്കണം. അത് ഓരോ ദിവസം ഓരോന്നായിരിക്കും. ഇന്ന് ഞാൻ ജീരക വെള്ളമാണ് കുടിച്ചത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കഴിഞ്ഞ ദിവസം വെച്ച കസ്കസും പിന്നെ കുറേ വെജീസൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ കഴിച്ചത്. ഭക്ഷണം ഉണ്ടാക്കുന്നത് തലേന്നാണെങ്കിൽ ലഞ്ചൊക്കെ ഞാൻ പാക്ക് ചെയ്യുക അന്നത്തെ ദിവസമാണ്. അങ്ങനെ അതും പാക്ക് ചെയ്ത് റെഡിയായി ഒരു 9:30 ആയപ്പം കോളേജിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. യൂഷ്വലി ഞാൻ 9 മണിക്ക് ഇറങ്ങും. ഇന്ന് കുറച്ച് ലേറ്റ് ആണ്. വിൻ്റർ ഓൾറെഡി കഴിഞ്ഞെങ്കിലും ഇപ്പം മഴയും വെയിലും ഒക്കെ ആയിട്ട് ഒരു സുഖമില്ലാത്ത ക്ലൈമറ്റാണ്. രാവിലത്തെ ഓട്ടം പറയണ്ടല്ലോ. എൻ്റെ എക്സ്പെരിമെൻറ്റിൽ ലേസർ ഡൗൺ ആയതുകൊണ്ട് ഞാനിപ്പോൾ സിമുലേഷൻ ചെയ്യുക. അപ്പോൾ പുതിയൊരു സോഫ്റ്റ്വെയർ പഠിച്ചുകൊണ്ടിരിക്കുക. നല്ല പണിയാണേ. 12:45 ആയപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കും. അപ്പം ഞാൻ സുക്കീനി പാസ്തയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് കിവിയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സും കഴിക്കാൻ വേണ്ടി നോക്കാറുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമാണ് ഈ സുക്കീനീൻ്റെ പാസ്ത ഉണ്ടാക്കിയത്. ഞാൻ വേണമെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഇനി മൂടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി ഇടാം ഒരു ദിവസം. ഇപ്പോഴത്തെ എൻ്റെ പണി ഫുള്ള് സിസ്റ്റത്തിൻ്റെ മുന്നിലാണ്. എനിക്ക് ലാബിൽ വർക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ വർക്കുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരും. കാരണം കുറേ സമയം ഇങ്ങനെ സിസ്റ്റത്തിൻ്റെയൊക്കെ മുന്നിലിരിക്കുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് അങ്ങനെ പറ്റുന്ന കാര്യമല്ല. വേറെ ഓപ്ഷൻ ഇപ്പോൾ തൽക്കാലം ഇല്ലല്ലോ. അപ്പം അങ്ങോട്ട് ചെയ്യുക തന്നെ. ഈ ഡ്രിങ്ക് ഞാൻ ഡാൻസിന് പോകുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് എടുക്കും. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും മിൽക്കിൽ അടിച്ചിട്ട് കൊണ്ടുപോകും. എന്നിട്ട് അതാണ് ഞാൻ കുടിക്കുക. അതിനല്ലെങ്കിൽ കഴിക്കുക. ചിലപ്പോൾ മുട്ടയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റ്സ് ആയിരിക്കും. അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇന്ന് ഞാൻ എടുത്തത് ചുമ്മാ ഈ മിൽക്കിൽ ആപ്പിളും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു 6:30 ഒക്കെ ആയപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞാൻ പോയത് ഞങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് കുറച്ച് ദിവസത്തേക്കാണ്. ഒരു 2 വീക്സ് 3 വീക്സ് വർക്ക്ഷോപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. 7 to 8 ആണ് ഈ ഒരു സംഭവം ഉള്ളത്. ഞാൻ അവിടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും അവിടെ പോയിട്ട് വലിയ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബേസിക്കലി ഞാൻ മറന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ എനിക്ക് കുറച്ച് ഡാൻസ് വീഡിയോസ് മാത്രമേ ഉള്ളൂ ആ സമയത്തുള്ളത്. കാരണം ഞാൻ അവിടെ എത്തിയത് 7 മണിക്ക്. അപ്പോൾ ഇവിടെ എത്തിയത് ഞാൻ ഡാൻസ് തുടങ്ങി. അത് കഴിഞ്ഞ് തിരിച്ചെനിക്ക് ഒരു 8:45 മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ വീടെത്തിയത് 8:40. ഒരു മണിക്കൂറോളം മീറ്റിംഗ് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഡിന്നർ കഴിക്കുമ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ കഴിച്ച് രാവിലത്തെയും തലേന്നൊക്കെയോ എന്തൊക്കെയോ അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേത്തെ സംഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കിടന്നുറങ്ങുമ്പോഴേക്കും 2 മണി കണക്കാണ്. കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഇത് കണ്ടോ ഈ സമയത്താണ്.